فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الإنسان خلق هلوعا إذا مسه الشر جزوعا وإذا مسه الخير منوعا. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുകയും അവന്റെ വിധിവിലക്കുകളെയും ആജ്ഞാനിർദ്ദേശങ്ങളെയും പൂർണ്ണമായും പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ പരിശ്രമിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ ഖൈറിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്താണ് ഖൈർ? ഇന്ന് എന്താണ് ഷർറ്? ഷർറിനെ കുറിച്ചാണ് പറയാനുള്ളത്. പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഷർറിനെ കുറിച്ച് എന്താണ് നമുക്ക് പറഞ്ഞു തന്നത്? നിരന്തരമായി എല്ലാവിധ ഷർറുകളിൽ നിന്നും അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നവരാണ് നമ്മൾ. പരിശുദ്ധ ഖുർആനിൽ ഖൈറിനെ സംബന്ധിച്ച് 176 സ്ഥലത്ത് അള്ളാഹു ആവർത്തിച്ചപ്പോൾ ഷർറിനെ കുറിച്ച് അള്ളാഹു 29 സ്ഥലത്തെ പറഞ്ഞിട്ടുള്ളൂ. ഷർറ് എന്ന വാക്ക് 29 തവണയാണ് ഖുർആനിൽ വന്നത്. ഷർറിനേക്കാൾ അള്ളാഹുവിന്റെ ഖൈറാണ് ഉയർന്നു നിൽക്കുന്നത്. നമുക്കെല്ലാവർക്കും ഖൈറുകൾ നൽകണമെന്നാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഷർറാണ് മനുഷ്യരിൽ കൂടുതൽ ആളുകൾക്കും താല്പര്യം. ഖൈറുകളെ ഷർറുകളാക്കി മാറ്റുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഷർറ് ഒരാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ അടുക്കൽ നിന്നുള്ള ഒരു കാരണം അതിനുണ്ടായിരിക്കുമെന്നാണ്. ഖൈർ ചോദിക്കാൻ ഇസ്തിഖാറത്ത് പഠിപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആഉൽ ഇസ്തിഖാറയിൽ ഖൈർ ചോദിക്കുക മാത്രമല്ല ചെയ്തത്. ദുആഉൽ ഇസ്തിഖാറയുടെ അവസാന ഭാഗത്ത് കാണാം, വഇൻ കുൻത തഅലമു അന്ന ഹാദൽ അംറ ശർറുൻ ലീ ദീനി ഫീ ദീനി വമആശി വആഖിബത്തു അംരി. അല്ലാഹുവേ, ഈ കാര്യം എനിക്ക് ഷർറാണ് എന്നാണ് നീ അറിയുന്നതെങ്കിൽ എന്റെ ദീനിനും എന്റെ ഉപജീവന മാർഗത്തിനും എന്റെ ദുനിയാവിലെ ജീവിതത്തിനും കാര്യങ്ങളുടെ അവസാനത്തിലും ഒക്കെ ഷർറാണ് ആ കാര്യം എന്നാണ് റബ്ബേ നിന്റെ അറിവെങ്കിൽ. കാരണം പടച്ചോനെ അറിയുള്ളൂ. ഇസ്തിഖാറയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത്, പടച്ചോനെ
എനിക്കൊന്നും അറിയില്ല, നിനക്കാണ് അറിയാന്നാണ് ഇസ്തിഖാറ തുടങ്ങിയത്. ഈ കാര്യം ഷർറാണ് എന്നാണ് പടച്ചോനെ നിന്റെ അറിവെങ്കിൽ ഫസ്രിഫുഹു അന്നി, എന്നിൽ നിന്ന് അതിനെ നീ മാറ്റിക്കൊണ്ട പടച്ചോനെ. വസ്രിഫിനി അൻഹു, രണ്ട് കാര്യമാണ്. ഞാൻ ആ ഷെറിലേക്ക് ചെന്ന് ചാടുന്നതിൽ നിന്നും എന്നെ തടയു പടച്ചോനെ. ആ ഷെറ് തേടി ഞാൻ പോകാതിരിക്കാനും ആ ഷെറ് എന്നെ തേടി ഇങ്ങോട്ട് വരാതിരിക്കാനും രണ്ടും പടച്ചോനെ നീ എനിക്ക് പ്രദാനം ചെയ്യണമേ എന്നാണ് ആ പ്രാർത്ഥന അവസാനിക്കുന്നത്. കാരണം സഹോദരങ്ങളെ, നമുക്കറിയില്ല ഏതൊക്കെ കാര്യത്തിൽ അള്ളാഹു ഷെറ് വെച്ചിട്ടുണ്ട് എന്ന്. മഹാനായ ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു തആല അൻഹുവിന് റസൂൽ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. ആ പ്രാർത്ഥന റസൂൽ പറഞ്ഞത്, ജനങ്ങളൊക്കെ സ്വർണവും വെള്ളിയും നിധിയായി ശേഖരിക്കുന്നത് കണ്ടാൽ നീ ഈ കെലിമത്തുകൾ പഠിച്ചു വെച്ചവനാ. കാരണം അവർ സമ്പാദിക്കുന്ന നേടിയെടുക്കുന്ന എല്ലാറ്റിനേക്കാളും മൂല്യമുള്ളത് ഞാൻ നിനക്ക് പറഞ്ഞു തന്നെ ഈ കെലിമത്താണ്. സുദീർഘമാണ്, അത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. അതിന്റെ ആ പ്രാർത്ഥനയുടെ ഒരു ഭാഗത്ത് നമുക്കിങ്ങനെ കാണാം, വഅസ്അലുക മിൻ ഖൈരി മാ തഅലം, അല്ലാഹുവേ നിനക്കറിയുന്ന എല്ലാ ഖൈറും ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഅഊദു ബിക മിൻ ശർരി മാ തഅലം, നിനക്കറിയുന്ന എല്ലാ ഷെറിൽ നിന്നും അല്ലാഹുവേ ഞാൻ കാവലിനെ ചോദിക്കുന്നു. നിരന്തരമായി എല്ലാവിധ ഷെറുകളിൽ നിന്നും റബ്ബിനോട് നമ്മൾ കാവലിനെ ചോദിക്കണം. ഖൈറാണ് എന്ന് നമ്മൾ കരുതുന്ന ചില കാര്യങ്ങൾ ഒരു പക്ഷേ ഷർറായിരിക്കും. അള്ളാഹു ഖുർആനിൽ പറയാണ്, വഅസാ അൻ തുഹിബ്ബു ഷൈഅൻ, ഒരു കാര്യത്തെ നിങ്ങൾ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടേക്കാം, വഹുവ ശർറുൽ ലക്കും, നിങ്ങൾക്കത് ഷർറായിരിക്കും. വല്ലാഹു യഅലം, കാരണം അള്ളാഹ്ക്കാണ് എല്ലാം അറിയാ. വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾക്കൊന്നും അറിയില്ല. ഖുർആനാണിത്. ഒരു കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഖൈറാന്ന് കരുതിയൊരു കാര്യം, ഒരു പക്ഷേ നമുക്കത് ഷർറായിരിക്കും. ചില കാര്യങ്ങൾ അത് എടുത്തു പറഞ്ഞു, ചില വിഷയങ്ങൾ എടുത്തു പറഞ്ഞു. അതില് നമുക്ക് അള്ളാഹു തന്നതിൽ നിന്ന് ചിലവഴിക്കാൻ ഒരു അവസരം കിട്ടിയാൽ, ചിലവഴിക്കാതെ പിശുക്ക് കാണിക്കുന്ന ആൾക്കാരെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹ് പറഞ്ഞു, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളി, അള്ളാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് തന്ന വസ്തുക്കളെ നിങ്ങൾ ചിലവഴിക്കാതെ നിങ്ങൾ പിശുക്ക് കാണിക്കുന്നുവെങ്കിൽ നിങ്ങൾ വിചാരിക്കേണ്ട ഹുവ ഖൈറുൽ ലഹും, അത് നിങ്ങൾക്ക് ഖൈറാണെന്ന്, ബൽ ഹുവ ശർറുൽ ലഹും, അത് നിങ്ങൾക്ക് ഷർറാ. നമ്മളെ കയ്യിൽ നിന്ന് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അള്ളാഹ് ഔദാര്യമായിട്ട് തന്നതാ. അത് ചിലവഴിക്കാനുള്ള ഒരു അവസരം പടച്ചോൻ തന്നപ്പോ ചിലവഴിക്കാതെ പിശുക്ക് കാണിച്ചവർ വിചാരിക്കണ്ട ആ പിശുക്ക് കാണിച്ച് ചെലവാക്കാതെ എടുത്തു വെച്ച മുതല് ഖൈറാണെന്ന്, ബൽ ഹുവ ശർറുൽ ലഹും, അവർക്കത് ഷർറാന്നാ അള്ളാഹ് പറയുന്നത്. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞതായിട്ട് കാണാം. മനുഷ്യന്റെ അവസ്ഥ എപ്പോഴും ഖൈറിന് വേണ്ടി മനുഷ്യൻ ഇങ്ങനെ ധൃതി കാണിക്കാണ്, ഖൈറ് കിട്ടണം എന്നവൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഷെറിൽ നിന്ന് കാവലിനെ ചോദിക്കുന്ന കാര്യത്തിലും ഈ ഖൈറുകൾ ഷെറായി മാറുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് മാറി നിൽക്കുന്ന കാര്യത്തിലും മനുഷ്യന്മാർക്ക് ധൃതിയില്ല എന്ന് അള്ളാഹ് പറയാണ്. അള്ളാഹു വളരെ മനോഹരമായി ഒരു ഉദാഹരണത്തിലൂടെ അള്ളാഹ് പറയാണ്, മനുഷ്യന്മാര് ഖൈറ് കിട്ടാൻ വേണ്ടി ധൃതി കാണിക്കുന്നത് പോലെ മനുഷ്യർക്ക് ഷെറ് കൊടുക്കാൻ അള്ളാഹ് ധൃതി കാണിച്ചിരുന്നുവെങ്കിൽ ലഖുളിയ ഇലൈഹിം അജലുഹും, അവരുടെ കാലാവധി തീർന്നു പോകുമായിരുന്നു. അള്ളെങ്ങാനും ഷെറ് കൊടുക്കണ കാര്യത്തിൽ ഒരു ധൃതി കാണിക്കുകയാണെങ്കിൽ അവരെ കാലാവധി തന്നെ തീർന്നു പോകുമായിരുന്നു. ലഖുളിയ അജലുഹും, അജല് തീർന്നു പോകുമായിരുന്നു. ഫനദറുല്ലദീന ലാ യർജൂന ലിഖാഅനാ ഫീ തുഗ്യാനിഹിം യഅമഹൂൻ, എന്നാൽ നമ്മെ കണ്ടുമുട്ടണമെന്ന ആഗ്രഹമില്ലാതെ പ്രതീക്ഷിക്കാതെ ജീവിക്കുന്നവർ, അവരെ വിട്ടേക്കുന്നത്, അവരെ നാം അവരുടെ അതിരുകവിയിൽ മുഴുകാൻ വിട്ടേക്കിച്ചിരിക്കുകയാണ് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അപ്പോൾ മനുഷ്യന്റെ പൊതുവായുള്ള ഒരു മനസ്സ് ഖൈറിങ്ങനെ കിട്ടണം, ഇത് ആഗ്രഹിക്കുകയാണ്. പക്ഷെ ഒരിക്കലും ഈ ഖൈറ് അത് ഷർറാകുമെന്ന കാര്യം അവന്റെ മനസ്സിനെ സ്വാധീനിക്കുന്നേ ഇല്ല. ചില സമയത്തൊക്കെ മനുഷ്യന്മാര് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക വരെ ചെയ്യുമെന്നാണ് സൂറത്ത് ഇസ്രായേൽ പറയാണ്, വയദുഉൽ ഇൻസാനു ബിശ്ശർരി ദുആഹു ബിൽ ഖൈർ വകാനൽ ഇൻസാനു അജൂല. മനുഷ്യൻ ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ ഷെറിന് വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യൻ അവന് വല്ലാത്തൊരു ധൃതിയുള്ളവനാണ് എന്നാണ്. ചില സമയത്തൊക്കെ അങ്ങനെയാണ്. ചെറിയ ഒരു പ്രശ്നം ജീവിതത്തിൽ വരുമ്പോ അപ്പോഴേക്ക് മനുഷ്യന്റെ താളം തെറ്റാണ്.
എന്നിട്ട് പിന്നെ യക്ക ഷെറായിക്കോട്ടെ നാം തീരുമാനിക്കാം. ചില ആൾക്കാർ പോയി ആത്മഹത്യ ചെയ്യുന്നുണ്ട്. എന്താണത്? വരാനിരിക്കുന്ന പല ഹൈറും വേണ്ടാന്ന് വെച്ചിട്ടാ പോയത്. നശിക്കട്ടെ എന്ന് പറയാ, കുടുംബം നശിക്കട്ടെ, എന്റെ കച്ചവടം മുടിഞ്ഞു പോട്ടെ, തീർന്നു പോട്ടെ എന്നൊക്കെ കണ്ട് മനുഷ്യന്മാർ പറയും. തീരെ ക്ഷമല്ല മനുഷ്യന്. ഒരു ഷെറ് വന്നാൽ ഖൈറിനെ തേടാൻ ക്ഷമ കാണിക്കാതെ ധൃതി കാണിക്കുന്ന മനുഷ്യനെ കുറിച്ചാണ് അള്ളാഹു ഈ ആയത്തിൽ പ്രതിപാദിച്ചത്. വീണ്ടും അള്ളാഹ് പറയാണ്, ചില ഷെറുകളൊക്കെ വരാനുള്ള കാരണം ചില ഹൈറ് ഓൻ തടഞ്ഞതുകൊണ്ടാ. എങ്ങനെ? ചില ഷെറ് തേടി വന്നത് ചില ഹൈറുകൾ വേണ്ടാന്ന് വെച്ചതുകൊണ്ടാ. എത്ര ആൾക്കാർക്ക് ഈ ബോധമുണ്ട്? ഞാൻ ഈ ഒരു ആയത്ത് പറയാം, ഖുർആനിലെ സൂറത്ത് ഇസ്രായിലെ തന്നെ ആയത്താണ്. വൈദാ അൻഅംന അലൽ ഇൻസാനി, അള്ളാഹു ഒരു മനുഷ്യനെ കുറെ നിഅമത്ത് കൊടുത്തു. അഅറള, അപ്പൊ ആ നിഅമത്തൊക്കെ അനുഭവിച്ചോ തിരിഞ്ഞു പോവുകയാണ്. എന്തെന്നാണ് തിരിഞ്ഞു പോകണമെന്ന് കിട്ടും. വനആ ബിജാനിബിഹി, അവൻ അവന്റെ പാട്ടിന് പോയി. അതിന്റെ അർത്ഥതാ വനആ ബിജാനിബിഹി, അവനവന്റെ പാട്ടിന് അവന്റെ ഭാഗത്തു കൂടിയാണ് പോയി. വൈദാ മസ്സഉ ശർറു, പിന്നീട് അവന് ഷെറ് ബാധിച്ചാൽ കാന യഊസ, അവനതാ നിരാശനായി മാറി. ഈ ആയത്ത് സൂറത്ത് ഇസ്രായിലെ 83-ാമത്തെ ആയത്താ. ഇതിന്റെ നേരെ മേലെ 82-ാമത്തെ ആയത്തിൽ അള്ളാഹ് എന്താ പറഞ്ഞറിയോ? ഏതാണ് അള്ളാഹ് കൊടുത്ത നിഅമത്ത്? നിഅമത്ത് കിട്ടിയപ്പോൾ ഓൻ കേൾക്കാത്ത പോലെ അറിയാത്ത പോലെ അത് മാറിപ്പോയി. അതാണ് ഈ ഷെറ് വരാൻ കാരണം. എന്താണ് ആയത്ത്? വനുനസ്സിലു മിനൽ ഖുർആനി, വനുനസ്സിലു മിനൽ ഖുർആനി, ഖുർആനിൽ നിന്ന് നാം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. മാഹുവ ശിഫാഉൻ, ശമനമാണ്, ശമനമായത് ശിഫയായതൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് റഹ്മത്തായതായിട്ടാ ഖുർആൻ ഇറക്കണത്. വലാ യസീദു ളാലിമിന ഇല്ലാ ഹസാറ, അക്രമികൾക്ക് അത് നഷ്ടമല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിക്കുന്നില്ല. ഈ ആയത്തിന് ശേഷമാണ് നിഅമത്ത് കിട്ടിയപ്പോൾ ഓൻ പാട്ടിന് പോയി, നിരാശ വന്നപ്പോ ഷെറ് വന്നപ്പോ നിരാശനായി എന്ന് പറഞ്ഞത്. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അള്ളാഹ് പൂർത്തിയാക്കിയ നിഅമത്ത് ഏതാ? പൂർണ്ണമായിട്ട് തന്ന നിഅമത്ത്. ആരോഗ്യ നിഅമത്താ? പൂർണ്ണാണോ? അല്ല. മക്കള് നിഅമത്താ? പൂർണ്ണമായിട്ട് നിഅമത്ത് തന്നെയാണോ മക്കള്? നിഅമത്ത് എന്തൊക്കെ ഉണ്ട് അതൊക്കെ പൂർണ്ണാണോ? പൂർത്തിയാക്കി തന്ന നിഅമത്ത് അതാ. അതാണ് ഏറ്റവും വലിയ നിഅമത്ത്. അല്ലയോ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ നിഅമത്ത് ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു. അത് ഖുർആനാ പൂർണ്ണമാക്കി തന്നത്. അത് വേണ്ടാന്ന് വെച്ചപ്പോ ഷെറ് വന്നു. ഷെറ് എങ്ങനെ വന്നത്? ചില ഹൈറ് വേണ്ടാന്ന് വെച്ചപ്പം ഏറ്റവും ഹൈറ് ഏതാ? ഖുർആൻ പഠിക്കലാണ്. ഖുർആനിൽ ശിഫയുണ്ട്, ശമനമുണ്ട്. നിങ്ങൾക്ക് സങ്കടാണോ, മനോവേദനയാണോ, കുട്ടികളെ കാര്യം, കുടുംബത്തിലെ കാര്യം, മക്കളെ കാര്യം, രോഗം, സമ്പത്ത്, കടം, ഒരുപാട് 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 സംഘർഷങ്ങൾ മനസ്സ് നിറയുണ്ട്. ഇതൊക്കെ ഷെറായിട്ടാ കാണുന്നത് അല്ലേ? എങ്കിൽ അള്ളാഹ് പറയാ, ഈ ഷെറിനൊക്കെ ഹൈറാക്കുന്നൊരു നിയമത്തെ ഇറക്കി തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയില്ല, അത് മനസ്സിലാക്കിയിട്ടില്ല. എല്ലാ ഷെറുകളെയും ഹൈറാക്കി മാറ്റുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അത് വേണ്ടാന്ന് വെച്ചപ്പോഴാണ്, ആ ഹൈറ് വേണ്ടാന്ന് വെച്ചപ്പോഴാണ് നിങ്ങളെ ഷെറ് തേടി വന്നത്. സഹോദരങ്ങളെ, പരീക്ഷണമാണ്. അള്ളാഹ് പറയാണ്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാവർക്കും അർത്ഥം അറിയാം. എന്താ അതിന്റെ ബാക്കി? അള്ളാഹ് ഖുർആനിൽ ഒരു സ്ഥലത്ത് പറയുന്നത്, വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, ഒരു പരീക്ഷണം എന്ന നിലക്ക് നിങ്ങൾക്ക് ഹൈറും ഷെറും അള്ളാഹ് നൽകുകയാണ്. ഒരു പരീക്ഷണം എന്ന നിലക്ക് ഹൈറും ഷെറും നൽകുകയാണ്. വഇലൈനാ തുർജഊൻ, ഈ ഹൈറും ഷെറും നിറഞ്ഞ ഈ ലോകത്തുനിന്ന് നമ്മളടുക്കലേക്കാ മടങ്ങി വരാനുള്ളത്. ലാ യസ്അമുൽ ഇൻസാനു മിൻ ദുആഇൽ ഖൈർ വഇൻ മസ്സഉ ശർറു ഫയഊസുൻ കനൂത്ത്, നിരാശനായി, മനം മടുത്തവനായി. ഷെറ് വരുമ്പോ, ഷെറ് ബാധിക്കുമ്പം മനം മടുത്തവനായി, നിരാശനായി മനുഷ്യൻ മാറുകയാണ്. വീണ്ടും അള്ളാഹ് പറയാ, ചില ആൾക്കാര് സുദീർഘമായി ദ്വാരക്കാണ്. ഫദൂ ദുആഇൻ അരീള്, ഫദൂ ദുആഇൻ അരീള്, നീണ്ട പ്രാർത്ഥനക്കാരനായി തീരുന്നു. എപ്പോഴെന്നറിയോ? ഹൈറ് കിട്ടിയപ്പോൾ ഒന്നും ഓന് ശുക്ർ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടില്ല. ഷർറ് വന്നപ്പോ അള്ളാഹ് പറയാ, വഇദാ അൻഅംനാ അൻഅംനാ അലൽ ഇൻസാനി അഅറള വനആ ബിജാനിബിഹി വഇദാ മസ്സഉ ശർറു ഫദൂ ദുആഇൻ അരീള്, നീണ്ട പ്രാർത്ഥനക്കാരനായി മാറുകയാണ്. അപ്പൊ ഹൈറ് കിട്ടിയപ്പോഴും നീണ്ട പ്രാർത്ഥന വേണമായിരുന്നു. ശുക്ർ പറഞ്ഞിട്ടൊക്കെ പ്രാർത്ഥിക്കണം, അതൊക്കെ എത്രയും ഉണ്ട്. ഷെറ് വരുമ്പോ മാത്രം പ്രാർത്ഥിച്ചാ പോരാ. ഞാൻ ഓതി വെച്ച ആയത്ത്, മനുഷ്യന്റെ അവസ്ഥ
ഇന്നൽ ഇൻസാന ഖുലിഖ ഹലുഅ, മനുഷ്യനെ സൃഷ്ടിച്ചത് അക്ഷമനായിട്ടാണ്. അല്ലാഹ് പറയാ വൈദാ മസ്സഉ ശർറു ജസുഅ, ഷർറ് ബാധിച്ചാൽ അവൻ പൊറുതികേട് കാണിക്കും. വൈദാ മസ്സഉൽ ഖൈറു മനുഅ, ഖൈർ കിട്ടിയാൽ ആ ഖൈർ അവൻ വൈദാ മസ്സഉൽ ഖൈറു മനുഅ, ഒരു ഖൈർ കിട്ടിയാൽ തടഞ്ഞു വെക്കും. ഖൈർ ആർക്കും കൊടുക്കൂല. ഖൈർ കിട്ടിയാൽ അത് തടഞ്ഞു വെക്കും. ഷെറ് കിട്ടിയാലോ, ഷെറ് ബാധിച്ചാൽ അവൻ ഒരുതരം അക്ഷമനായിട്ട് പൊറുതികേട് കാണിക്കുകയും ചെയ്യും. എത്ര ഖൈർ നമ്മൾ തടഞ്ഞു വെച്ചു എന്നറിയോ? മറ്റൊരാൾക്കല്ല, നമുക്കെന്നെ. ഏറ്റവും വലിയ ഖൈർ ഖുർആനാന്ന് പറഞ്ഞിട്ട് ആ ഖുർആൻ എത്രയാൾ തടഞ്ഞു വെച്ചിട്ടുണ്ട് അവനാണ് കിട്ടുന്നത്. തടഞ്ഞു വെച്ച് ജീവിക്കുകയാണ്. ഇത് പരിശുദ്ധ ഖുർആൻ അല്ലാഹ് പറയാണ്. അതുകൊണ്ട് സഹോദരരെ, ഏറ്റവും വലിയ തിന്മ തടഞ്ഞു വെച്ചവരായി ഒരിക്കലും നമ്മൾ മാറാതിരിക്കാൻ ശ്രമിക്കാം. അള്ളാഹു സൃഷ്ടിച്ച എന്തൊക്കെയുണ്ടോ അതിലൊക്കെ ഷെറുണ്ട്. നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് മിൻ ശർരി മാ ഖലഖ്, മിൻ ശർരി മാ ഖലഖ്, നീ എന്തൊക്കെ സൃഷ്ടിച്ചോ അതിലൊക്കെയുള്ള ഷെറിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. ശരിയായിട്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എല്ലാം ഷെറാവും. ഹൈറായി തന്നത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഒക്കെ ഷെറാവും. അത് മനസ്സിലാക്കിയാൽ മതി. എന്താണ് ഷെറെന്ന് മനസ്സിലാക്കുമ്പോൾ അള്ളാഹു മക്കളെ തന്നു, അത് ഹൈറാണ് അല്ലെ, എത്ര വലിയ ഹൈറാണ്. പക്ഷെ അത് വളർത്തേണ്ട രൂപത്തിൽ, ആ ഹൈർ ഉപയോഗിക്കേണ്ട രൂപത്തിൽ ഉപയോഗിച്ച് ഷെറാവും. ഒരു കത്തില്ലാതെ ജീവിക്കാൻ പറ്റുമോ? തീയില്ലാതെ ജീവിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ എന്ത് വേണം? അതൊക്കെ ശരിക്കും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഒക്കെ ഷെറാ. ഒരു വിരിപ്പ്, നല്ല തണുപ്പാ, അപ്പൊ മഴയാണ്, ഒരു പുതപ്പ് വേണം. പുതപ്പ് കിട്ടിയാൽ പുതക്കാനില്ലാത്ത മനുഷ്യന്മാരുണ്ടല്ലോ. ഒരു പുതപ്പ് നല്ലൊരു തണുപ്പാ. പക്ഷെ റസൂലുള്ളാഹി പറഞ്ഞു ആ പുതപ്പ് കടക്കാൻ പോകുമെന്ന് തട്ടിക്കൊട്ടണം. കാരണം ഒരു പക്ഷേ നിനക്ക് തണുപ്പ് കിട്ടണം എന്ന് വിചാരിച്ച് ശരീരത്തിലേക്ക് ഇടുന്ന ആ പുതപ്പിന്റെ ഉള്ളില് വല്ല പാമ്പാത്തുകളൊക്കെ ഉണ്ടാവും. മനസ്സിലായില്ലേ? അള്ളാഹു തന്നത് എന്തൊക്കെയുണ്ടോ, അടുപ്പിൽ തീ കത്തണം അല്ലെ, തീ ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല. എങ്കിൽ രാത്രി കിടക്കാൻ പോകുമ്പോ തീ ഓഫാക്കണം. നോക്കൂ, നിങ്ങൾ തന്ന ഹൈറായ കാര്യം ഉപയോഗിക്കേണ്ട രൂപത്തിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അതൊക്കെ ഷെറായി മാറും. അപ്പൊ കാരണക്കാരനാരാ? ഒരു മനുഷ്യന് ഷെറുണ്ടാകാൻ കാരണക്കാരനാരാ? മനുഷ്യൻ തന്നെയാണ്. സഹോദരങ്ങളെ, അങ്ങനെ ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് അള്ളാഹ് പറയാണ് ഹൈറൊക്കെ ഷെറാക്കി മാറ്റി മനുഷ്യൻ. എന്നിട്ട് അവസാനം പോകുന്നത് എവിടേക്കാ? ഷെറും മക്കാന, ഏറ്റവും ഷെറായ സ്ഥലം. അതേതാ? അല്ലദിന യുഹ്ശറൂന അലാ വുജൂഹിഹിം ഇലാ ജഹന്നം, ജഹന്നമിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും. അത് ഷെറും മക്കാന. വ ഇന്ന ലിത്വാഈന ലശർറ മആബ്, അതിക്രമകാരികൾക്ക് സങ്കേതം ഷെറ് മക്കാൻ, ഷെറ് മആബാണ്, ഏറ്റവും ഷെറായ സങ്കേതമാണ്. ഫവഖാഹുമുല്ലാഹ്, അല്ലാഹ് ചില ആൾക്കാരെ കാക്കും. ഷർറദാലിക്കല്യവും, അന്നത്തെ ദിവസത്തിന് ഷെറ് വരാനുണ്ട്, ശിക്ഷയാകുന്ന ഷെറിൽ നിന്ന് അള്ളാഹു ചില ആൾക്കാരെ കാക്കും. ഉലൈക ശർറുൽ ബരിയ, ചില മനുഷ്യന്മാര്, ബരിയ എന്ന് പറഞ്ഞ മനുഷ്യനാണ്, മനുഷ്യവർഗം, അത് ഷെറായിട്ട് മാറും. ഉലൈക ശർറുൽ ബരിയ, ഉലൈക ഹും ശർറുൽ ബരിയ. അതാവാതിരിക്കാൻ ശ്രമിക്കുക. അതിനെന്ത് വേണം? വയഖാഫൂന, ഭയപ്പെടണം. യൗമൻ, ഒരു ദിവസത്തെ, കാന ശർറുഹു മുസ്തതീറ, ഷെറ് പടർന്നു പിടിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെ ഭയപ്പെടണം. എങ്കിൽ ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറ യറ, എന്തൊക്കെ ഒരു അണുത്തൂക്കം ഷെറ് ജീവിതത്തിൽ ഇവിടെ ഉണ്ടെങ്കിൽ അത് നാളെ കാണുന്നെ ചെയ്യും. ആ ഓർമ്മയോടുകൂടി ജീവിക്കാൻ കഴിയണം. എന്തൊക്കെ കാര്യത്തിൽ ഷെറുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞോ റസൂൽ പറഞ്ഞോ അതിലൊക്കെ ഷെറിനെ പ്രതീക്ഷിക്കുക, നിഷേധിക്കണ്ട. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, രാത്രി ഇരുൾ മൂടിയാൽ ഒരു ഷെറുണ്ട്. അള്ളാഹ് പറഞ്ഞതാ. ആ ഷെറിന് കാവലിനെ ചോദിക്കണം. വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്ന സിഹിർ ചെയ്യുന്ന ആളുകള്, അതിലൊരു ഷെറുണ്ട് എന്ന് അള്ളാഹ് പറയാ. സിഹിർ കൊണ്ട് ഷെറുണ്ട്. നഫാസാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്നവർ ആരാ? ഐ അസ്സഹറ, സിഹിർ ചെയ്യുന്ന ആൾക്കാരാണ്. ആ സിഹിറിൽ ഒരു ഷെറുണ്ട്, പ്രതീക്ഷിക്കുക. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയ വെക്കുമ്പോൾ ഒരു ഷെറുണ്ട്. ഷെറ് പ്രതീക്ഷിക്കണം. നമ്മളെ കച്ചവടത്തിൽ ഷെറ്, നമ്മളെ കുടുംബജീവിതത്തിൽ അസൂയ, കച്ചവടത്തിന്റെ കാര്യത്തിൽ അസൂയ, നമ്മളെ മക്കളെ കാര്യത്തിൽ അസൂയ, സമ്പത്തിന്റെ കാര്യത്തിൽ അസൂയ. അസൂയക്കാരൻ അസൂയ വെക്കുമ്പോൾ ഒരു ഷെറുണ്ട് നമ്മളെ തേടി വരാൻ. കാവലിനെ ചോദിക്കണം, നിഷേധിക്കണ്ട. അല്ലാഹ് ഷെറുണ്ട് എന്ന് എന്തിലൊക്കെ പറഞ്ഞോ അതിലൊക്കെ ഷെറുണ്ട്. വമിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യരിലും
ജിന്നുകളിലും പെട്ടവരുണ്ട് ചിലർ. മനുഷ്യന്റെ മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കിയിട്ട് പിന്മാറിക്കളയുന്ന ശൈത്താൻ, ആ ശൈത്താനാണ് ആത്യന്തികമായി മനുഷ്യർക്ക് ഷെറ് കൊണ്ടുവരുന്നത്. ആ ശൈത്താനിന്റെ ഷെറിൽ നിന്നും റബ്ബിനോട് കാവലിനെ ചോദിക്കണം. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിൽ നിന്നൊക്കെ രക്ഷ ചോദിക്കാൻ കൽപ്പിച്ചോ ആ കാര്യങ്ങളിലൊക്കെ ഷെറുണ്ട്. എന്തൊക്കെ കാര്യത്തിൽ നിന്ന് കാവലിനെ ചോദിക്കാൻ പഠിപ്പിച്ചോ അതിലൊക്കെ ഒരു ഷെറുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത് കാണാം, നബി എന്തൊക്കെ ഷെറിൽ നിന്നാണോ രക്ഷ ചോദിച്ചത് അതിൽ നിന്നൊക്കെ ഞാൻ രക്ഷ ചോദിക്കുന്നു എന്ന് ആയിഷ ബി പ്രാർത്ഥിക്കുന്നത് കാണാം. ആയിഷ റളിയല്ലാഹു തആല അൻഹ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂൽ, അവർ പറയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി കുല്ലി ആജിലിഹി വ ആജിലി. എല്ലാ ഖൈറും ചോദിക്കുന്നു, അത് സാവകാശം താമസിയാതെ പെട്ടെന്ന്. മാ അലിംതു മിൻഹു വമാ ലാ അലം, എനിക്ക് അറിവുള്ളതും അറിവില്ലാത്തതുമായ. വ അഊദു ബിക മിനശ്ശർരി കുല്ലി, എല്ലാ ഷെറിൽ നിന്നും കാവലിനെ ചോദിക്കാണ്. ആജിലിഹി വ ആജിലിഹി, പെട്ടെന്ന് താമസിയാതെ. മാ അലിംതു മിൻഹു വമാ ലാ അലം, എനിക്ക് അറിവുള്ളതും അറിവില്ലാത്തതുമായ എല്ലാ ഷെറിൽ നിന്നും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഖൈരി മാ സഅലക മിൻഹു അബ്ദുക വ നബിയുക, നിന്റെ അടിമയും നിന്റെ നബിയുമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെല്ലാം ഖൈർ ചോദിച്ചോ ആ ഖൈറൊക്കെ ഞാൻ ചോദിക്കുകയാണ്. വ അഊദു ബിക മിൻ ശർരി മാ ആദ ബിഹി അബ്ദുക വ നബിയുക, നിന്റെ നബി നിന്റെ അടിമ എന്തെല്ലാം ഷെറിൽ നിന്ന് കാവലിനെ ചോദിച്ചോ അതിൽ നിന്നെല്ലാം ഞാൻ കാവലിനെ ചോദിക്കുകയാണ്. വ അസ്അലുക അൻ തജ്അല കുല്ല ഖളാഇൻ ഖളൈതഹു ലി ഖൈറാ, നീ എനിക്ക് എന്തൊക്കെ ഖൈറായ കാര്യങ്ങൾ നീ വിധിച്ചിട്ടുണ്ടോ, ആ ഖൈറായ നീ എനിക്ക് എന്തെല്ലാം വിധികൾ വിധിച്ചിട്ടുണ്ടോ ആ വിധികളിലെല്ലാം ഞാൻ നിന്നോട് ഖൈർ മാത്രം ചോദിക്കുന്നു, ശർറായ വിധികളിൽ നിന്ന് കാവലിനെ ചോദിക്കുന്നതാ. നമ്മൾ വിചാരിക്കും ഖൈറാണ്, ഭയങ്കര ചൂടേനി, ചൂടോട് ചൂട്, കിടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ. ചില ആൾക്കാർ കറണ്ട് പോയിട്ട് KSEB ഓഫീസിലൊക്കെ പോയി ഇരുന്നിരുന്നു. മഴ അങ്ങോട്ട് വന്നു, മഴ വന്നപ്പോൾ തണുപ്പ് കൂടി, മഴ കൂടുതലായി, മഴ കൊണ്ട് പല മതിലുകളും പൊളിഞ്ഞു ചാടി, പല റോഡുകളും ബ്ലോക്കായി, പല വീടുകളും അകങ്ങളിലേക്ക് വെള്ളം കയറി, പല സ്ഥലത്തും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു പല ജില്ലകളിലും. ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ മഴയെ ചോദിച്ചു, ഖൈർ ചോദിച്ചു, പെട്ടെന്ന് മഴ വന്നു. എങ്കിൽ മഴ മാത്രമല്ലല്ലോ, മഴയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാറ്റാണ്, കാറ്റടിക്കുന്ന വിഷയമാണ്. എങ്കിൽ മഴയ്ക്ക് കാറ്റ് വേണം, മഴ കിട്ടണം. അല്ലാഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റഹ്മത്ത് കാർമേഘങ്ങൾ വെള്ളം വഹിച്ചു കഴിഞ്ഞാൽ അതിന്റെ സന്തോഷ വാർത്തയായി മുന്നിൽ കാറ്റിനെ അയക്കുന്നതാണ്. അത് പാകത്തിന് വരണം. അത് കടലിലും കരയിലും കൊടുങ്കാറ്റായാൽ അവിടെയാണ് തിരമാലകൾ അടിച്ചു വീശൽ. കടലിൽ കാറ്റധികമായാൽ കൊടുങ്കാറ്റടിക്കുമ്പോൾ തിരമാലകൾ അടിക്കും, തീരദേശത്ത് പ്രശ്നം ഉണ്ടാകും. അവിടെ വീടുകളിൽ വെള്ളം കയറും, വീടുകൾ തകർന്നു പോകും, ഇതൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് റസൂൽ പറഞ്ഞു, മഴക്കാലത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ രക്ഷ ചോദിക്കേണ്ടത് കാറ്റാണ്, കാറ്റിന്റെ ഷെറിൽ നിന്നാണ്. ആ പ്രാർത്ഥന നോക്കൂ നിങ്ങൾ. ആയിഷ റളിയല്ലാഹു പറയാണ്, ഇദാ അസഫത്തിൽ റീഹു, കാറ്റ് ശക്തമായി അടിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കും, ഇന്നി അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വഖൈറ മാ ഫീഹാ വഖൈറ മാ ഉർസിലത് ബിഹി വഅഊദു ബിക മിൻ ശർരിഹാ വശർരി മാ ഫീഹാ വശർരി മാ ഉർസിലത് ഫീഹി. കാറ്റടിക്കുമ്പോൾ അല്ലാഹുവേ ഈ കാറ്റിനെ നീ അയച്ചതിൽ ഖൈറുണ്ട്, ആ ഖൈർ ചോദിക്കുകയാണ്. എന്ത് ഖൈറാണോ ആ ഖൈർ ചോദിക്കുന്നു. ഈ കാറ്റ് മുഖേനയുണ്ടാകുന്ന ഷർറ്, അതിലൂടെ വരുന്ന ഷെറുകളിൽ നിന്ന്, അത് കാരണമായി വരുന്ന ഷെറുകളിൽ നിന്ന് നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്നാണ്. എല്ലാ വസ്തുക്കളിലും അങ്ങനെ തന്നെയാണ്. നമ്മളൊരു വാഹനം വാങ്ങി, അത് നേരെ ജാറത്തുക്കും അക്ബറിക്കും അവിടുക്കും ഇവിടുക്കും കൊണ്ടുപോയി ഏലസ് കെട്ടല്ല വേണ്ടത്. ഒരു വാഹനം വാങ്ങി, ഒരു പുതിയ വാഹനം, അത് 2 വീലറാട്ടെ 4 വീലർ എന്താവട്ടെ, ഒരുപാട് ഖൈറിന് വേണ്ടി നമ്മൾ വാങ്ങിയതല്ലേ. പക്ഷെ ആ വാഹനമായിരിക്കും ചിലപ്പോൾ ഷെറായി മാറുക. നമ്മൾ കല്യാണം കഴിച്ചു, ഒരുപാട് പ്രതീക്ഷയോടെ കല്യാണം കഴിച്ചു, ഒരു പക്ഷെ ആ പെണ്ണായിരിക്കും ഒരു പക്ഷെ നമ്മളെ എല്ലാ ജീവിതത്തിലെ ഷെറിനും കാരണമായി മാറുക. ഒരു വേലക്കാരനെ വെച്ചു, ഒരു ഖാദിമിനെ, നമ്മളെ ജോലി നമ്മളെ സ്ഥാപനത്തിൽ ഒരു വേലക്കാരനെ വെച്ചു, നല്ല രൂപത്തിൽ നടന്നിരുന്ന നല്ല ലാഭം കിട്ടിയ കച്ചവടം അവൻ വന്നതോടുകൂടിയൊക്കെ ഷെറായിട്ട് മാറി. സഹോദരങ്ങളെ, 3നും കൂടി റസൂൽ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. എങ്ങനെ? കല്യാണം കഴിച്ച ആദ്യ രാത്രിയിൽ ഒരു പെണ്ണ് കയറി വന്നാൽ ഒരു പ്രാർത്ഥന,
ഒരു പുതിയ വാഹനം വാങ്ങിയാൽ ഒരു പ്രാർത്ഥന, ഒരു വേലക്കാരന്, ഒരു സെർവന്റിന്, ഒരു ഹാദിമിന്, ഒരു പണിക്കാരന് നമ്മളെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലോ വെച്ചാൽ ഒരു പ്രാർത്ഥന. മൂന്നും ഒരേ പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വഖൈറ മാ ജബൽതഹാ അലൈഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരിഹാ വശർരി മാ ജബൽതഹാ അലൈഹി. അല്ലാഹുവേ, എല്ലാ ഖൈറും ചോദിക്കുകയാണ്. വാഹനത്തിന്റെ ഖൈറ്, ഭാര്യയാണെങ്കിൽ ഭാര്യന്റെ ഖൈറ്, വേലക്കാരൻ അവന്റെ ഖൈറ് ചോദിക്കുകയാണ്. പടച്ചോനെ, എല്ലാ ഷെറിൽ നിന്നും വഅഊദു ബിക മിൻ ശർരിഹാ വശർരി മാ ജബൽതഹാ അലൈഹി, ഇവര് കാരണമായി ഉണ്ടാകുന്ന എല്ലാ ഷെറുകളിൽ നിന്നും നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥിരമായി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. അല്ലാഹുമ്മ ജിഅലിൽ ഹയാത സിയാദതൻ അല്ലാഹുമ്മ ജിഅലിൽ ഹയാത സിയാദതൻ ലീ ഫി കുല്ലി ഖൈർ. അല്ലാഹുവേ, അവശേഷിക്കുന്ന എന്റെ ജീവിതം ഇനി എത്ര നാളുണ്ടെന്ന് അറിയില്ല, ഇനി ബാക്കിയുള്ള ജീവിതത്തിൽ സിയാദതൻ ലീ ഫി കുല്ലി ഖൈർ, എല്ലാ ഖൈറിലും വർധനവാക്ക് പടച്ചോനെ, എല്ലാ ഖൈറിലും വർധനവാക്ക് പടച്ചോനെ, ഖൈർ വർദ്ധിപ്പിച്ചുകൊണ്ട് പടച്ചോനെ. വജഅലിൽ മൗത റാഹത്തൻ ലീ മിൻ കുല്ലി ഷർറിൻ, മിൻ കുല്ലി ഷർറിൻ വജഅലിൽ മൗത റാഹത്തൻ ലീ മിൻ കുല്ലി ഷർറിൻ, എന്റെ മരണം എല്ലാ ഷർറുകളിൽ നിന്നുമുള്ള റാഹത്താക്കി മാറ്റിക്കൊണ്ട് പടച്ചോനെ, എന്റെ മരണം എല്ലാവിധ തിന്മകളിൽ നിന്നുമുള്ള ആശ്വാസമാക്കി മാറ്റിക്കൊണ്ട് പടച്ചോനെ എന്ന പ്രാർത്ഥനയാണ്. ഷെറ് മാത്രമാണ് ഇനി എന്നെ കാത്തിരിക്കുന്നതെങ്കിൽ ആ ഷെറിലേക്ക് എത്താതെ എനിക്ക് മരണമാണ് പടച്ചോനെ നല്ലതെങ്കിൽ അത് കൊണ്ടാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. ഇനി അവശേഷിക്കുന്നത് എത്ര നാളെന്നറിയില്ല, ആ നാളത്രയും ഖൈർ വർദ്ധിപ്പിച്ചുകൊണ്ട് പടച്ചോനെ, ഷെറാണെങ്കിൽ എന്നെ കാക്കു പടച്ചോനെ എന്ന പ്രാർത്ഥനയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയുടെ അവസാന ഭാഗങ്ങൾ. ഇതിൽ നിന്ന്, ഇത്രയും ആയത്തുകളിൽ നിന്ന്, ഹദീസുകളിൽ നിന്ന് എന്താണ് ഷെർ എന്ന് വ്യക്തമായി മനസ്സിലാക്കി എല്ലാവിധ ഷെറുകളിൽ നിന്നും റബ്ബിനോട് കാവലിനെ ചോദിച്ച് ഖൈറിന് വേണ്ടി ആഗ്രഹിച്ച് ധാരാളം ഖൈറുകൾ നേടാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിച്ച് ജീവിതത്തെ ധന്യമാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. കഴിഞ്ഞ ദിവസം ചനക്കലങ്ങാടിയിൽ കോഴിച്ചിനയിൽ മരണപ്പെട്ട നമ്മുടെ ഖുർആൻ പഠിതാവായ നമ്മുടെ സഹോദരൻ, ഒരു ദായിയായ വീട്ടി തങ്ങൾ, ഇസ്ലാമിക ദഅവാ രംഗത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഷഹീദിന്റെ പദവി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തെ നമ്മയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ മക്കൾക്ക് ഖൈർ കിട്ടുന്ന സ്ഥലമാണ് നമ്മുടെ മദ്രസകൾ. ആ മദ്രസയിൽ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നമ്മളെ മക്കളെ മദ്രസകളിൽ ചേർത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. മറ്റൊരു കാര്യമാണ് ഉളുഹിയ്യത്ത്. സഹോദരങ്ങളെ, അതുകൊണ്ട് ലാ യഖ്റബന്ന മുസല്ലാന, ഉളുഹിയ്യത്ത് അറുക്കാൻ കഴിവുണ്ടായിട്ടും അറുക്കാത്തവൻ മുസല്ലയിലേക്ക് വരേണ്ടതില്ല, പെരുന്നാൾ നമസ്കാരത്തിലേക്ക് വരേണ്ടതില്ല എന്ന്. അതുകൊണ്ട് ഉളുഹിയ്യത്തിന് നിയ്യത്ത് ഇപ്പോൾ തന്നെ വെക്കുക. മൃഗത്തെ വാങ്ങി സ്വന്തം വളർത്തി സ്വന്തമായി അറുക്കുക, അതാണ് ഏറ്റവും നല്ലത്. അതിന് കഴിയാത്ത ആളുകൾ ഇവിടെ നമ്മുടെ പള്ളിയിൽ അതിന് സൗകര്യമുണ്ട്. ആ ഉളുഹിയ്യത്തിന്റെ അതിൽ ഷെയർ കൂടാൻ അവസരമുണ്ട്. അത് എത്രയും പെട്ടെന്ന് അതിന് കാശ് കൊടുത്ത് അതിൽ ചേരാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. നമ്മുടെ ഈ പള്ളി നിലനിൽക്കുന്ന കാലത്തോളം ഈ പള്ളിയിൽ നിന്ന് നമുക്ക് ഖൈർ മാത്രമാണ് കിട്ടുന്നത്. എല്ലാ ഷെറുകളിൽ നിന്നുമുള്ള രക്ഷയാണ് പള്ളി. അതുകൊണ്ട് ഇതിന്റെ പരിപാലനം ഏറ്റവും പ്രധാനമാണ്. അതുമായി സഹകരിക്കണം, അതിന്റെ കലക്ഷനുമായി നിങ്ങൾ സഹകരിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅഹ്യാകും മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ. അല്ലാഹുമ്മ ആതിഖ് റിഖാബനാ മിനൻ നാർ വറിഖാബ ആബാഇനാ വഉമ്മഹാതിനാ വഅസ്വാജിനാ വഇഖ്വാനിനാ അൽ മുസ്ലിമീന അജ്മഈന യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇശ്ഫി മർളാനാ ومرضى المسلمين. اللهم ارحم موتانا وموتى المسلمين. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.